ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും തേനിലും മധുരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ക്രിസ്താനുരൂപരായി ജീവിക്കുക, ശരിയായ ആത്മീയത കണ്ടെത്തുക, ഇതാണ് നമ്മുടെ പഠന വിഷയം. എല്ലാവർക്കും ദൈവവചന പഠനത്തിലേക്ക് പ്രാർത്ഥനയോടെ സ്വാഗതം. ദൈവവചനമാണ് നമ്മുടെ ശരിയായ വഴികാട്ടി എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ തന്നോടുകൂടെ ഇരുപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, ദൈവരാജ്യം പ്രസംഗിപ്പാൻ യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ എല്ലാവരും യഹൂദന്മാരായിരുന്നു. അവരുടെ മനസ്സിൽ പതിഞ്ഞു കിടന്ന ചില ചിന്തകളുണ്ട്. അതിന് വിരുദ്ധമായിട്ട് കർത്താവ് ചില കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചപ്പോൾ, ക്രൂശിനെക്കുറിച്ച് അവരോട് സംസാരിച്ചപ്പോൾ, കഷ്ടം അനുഭവിക്കുന്ന മശിഹയെക്കുറിച്ച് അവരുമായിട്ട് കർത്താവ് ചർച്ച ചെയ്തപ്പോൾ, പത്രോസിന് പോലും അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. കാരണം പത്രോസിൻ്റെ ഒക്കെ മനസ്സിൽ പതിഞ്ഞിരുന്ന പഴയ നിയമ ചിന്തകൾ, ആ സുവിശേഷം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ആരോഗ്യവും സന്താന സമ്പത്തും മറ്റനേകം ഭൗതിക അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തിരുന്ന പഴയ നിയമം, ന്യായപ്രമാണം, അതിന് ഘടകവിരുദ്ധമായിട്ട് ക്രിസ്തു പറയുകയാണ്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം, തൻ്റെ ക്രൂശെടുക്കണം, കർത്താവിനെ അനുഗമിക്കണം. അപ്പനേക്കാളും അമ്മയെക്കാളും എല്ലാ ബന്ധങ്ങളെക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കണം. ഈ ലോകത്തിൽ നിക്ഷേപങ്ങളൊന്നും സ്വരൂപിക്കുവാൻ പാടില്ല. ഇതൊക്കെ പത്രോസിന് ശരിയായി ഉൾക്കൊള്ളുവാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് പത്രോസ് യേശുവിനെ സ്വകാര്യമായി വിളിക്കുകയും ക്രൂശിൻ്റെ വഴിയിൽ നിന്ന് യേശുവിനെ തിരിച്ചുവിടുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. സാത്താൻ്റെ കയ്യിലെ ഒരു ഉപകരണമായി അല്പസമയത്തേക്ക് പത്രോസ് മാറുകയാണ്. യേശുവിനൊരു തെറ്റായ വഴി പത്രോസ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അത് കർത്താവ് ഉടനെ തിരിച്ചറിഞ്ഞു. ശരിയായ ആത്മീയതയിൽ നിന്ന് തൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായ പത്രോസിലൂടെ തന്നെ തെറ്റിച്ച് കളയുവാൻ സാത്താൻ പരിശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പത്രോസിനെ യേശു ശാസിക്കുന്നു. നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതാണ് കരുതുന്നത് എന്ന് പറയുന്നു. ഇത് ഈ പഠന ക്ലാസ്സുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുന്നത്, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അത് ഒട്ടും അതിശയമല്ല. 2 കൊരിന്ത്യർ 11-ാം അധ്യായം നമുക്ക് ഈ ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന ഭാഗങ്ങളാണ്. വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ, ഭൗതികമായ ഉയർച്ചകൾ എന്നിവയിലാണ് പഴയ നിയമ സുവിശേഷം അല്ലെങ്കിൽ പഴയ നിയമം അധിഷ്ഠിതമായിരുന്നത്. നീ എൻ്റെ ചട്ടങ്ങളും വചനങ്ങളും അനുസരിച്ച് പ്രമാണിച്ച് നടന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിനക്ക് വാഗ്ദത്ത ദേശം തരാം. ഇങ്ങനെ പല വാഗ്ദത്തങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവാണ്. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ ഉപദേശങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനം, പുതിയ നിയമത്തിൻ്റെ സന്ദേശങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്. പുതിയ നിയമം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ശരിയായ നിലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ജഡത്തിൽ കുടികൊള്ളുന്ന പാപ സ്വഭാവങ്ങൾ, കോപം, ലൈംഗിക ദുർമോഹങ്ങൾ, അസൂയ, പക, പിണക്കം, അങ്ങനെ ജഡത്തിൽ കുടികൊള്ളുന്ന എല്ലാ പാപസ്വഭാവങ്ങളുടെ മേലും സ്വന്തം താല്പര്യങ്ങളുടെ മേലും
സ്വാർത്ഥതയുടെ മേലും എല്ലാം ജയം തരുന്ന ഒരു ജീവിതമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഇത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് പലപ്പോഴും പ്രസംഗിക്കപ്പെടുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. യോഹന്നാൻ സ്നാപകൻ്റെ കാലം മുതൽ സ്വർഗരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. ബലാത്കാരികൾ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു എന്നാണ് യേശു പറഞ്ഞത്. എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജഡത്തിൽ കുടികൊള്ളുന്ന ആ പാപസ്വഭാവങ്ങളോട് ബലാത്കാരം ചെയ്ത് സ്വയസ്നേഹത്തെയും ഭൗതിക സുഖങ്ങളെയും സ്ഥാനമാനങ്ങളോടുള്ള നമ്മുടെ ആശകളെയും ധനത്തോടുള്ള നമ്മുടെ അമിതമായ മോഹത്തെയും ബലപ്രയോഗം നടത്തി ബലാത്കാരികൾ ദൈവരാജ്യം ബലാത്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയുള്ള പാപസ്വഭാവങ്ങളോട് നാം ബലാത്കാരം നടത്തി അതിനെ കീഴ്പ്പെടുത്തി ദൈവത്തിൻ്റെ കൃപയാലും പരിശുദ്ധാത്മ ശക്തിയാലും അതിനെ ജയിച്ച് മുന്നേറുമ്പോഴാണ് ദൈവരാജ്യം നാം അവകാശം ആക്കുന്നത്. അതുകൊണ്ട് നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ ആത്മപരിശോധനയ്ക്ക് നാം വിധേയപ്പെടുത്തണം. നാം വഴിതെറ്റിപ്പോകരുത്. ശരിയായ ആത്മീയത, ക്രിസ്ത്യാനുരൂപമായി ജീവിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹം, ഇതെല്ലാം നാം വിലയിരുത്തേണ്ടതാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ദൈവവചനം ശരിയായത് മനസ്സിലാക്കുവാൻ കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക. എൻ്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക.